അമേരിക്കയുടെ യഥാർത്ഥ മുഖം ഇപ്പോൾ ഇതാ തുറക്കപ്പെട്ടിരിക്കുകയാണ്. അമേരിക്ക എന്തുകൊണ്ട് ഇറാനെതിരെ ആക്രമണം നടത്തുന്നില്ല? വലിയ ഭീഷണികളൊക്കെ വലിയ സ്വരത്തിൽ ട്രംപ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും എന്തുകൊണ്ട് ഇറാനെതിരെ ആക്രമിക്കാനുള്ള ധൈര്യമില്ല എന്നതിന്റെ വ്യക്തമായ മറുപടിയാണ് ഇന്ന് ഫിനാൻഷ്യൽ ടൈം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. യുക്രൈന്റെ നേതാവ് സെലൻസ്കി നൂറുകണക്കിന് പാട്രിയറ്റ് മിസൈലുകൾ റഷ്യയുടെ മിസൈലുകളെ പ്രതിരോധിക്കാൻ അമേരിക്കയിൽ നിന്ന് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇതിപ്പോൾ പൂർണ്ണമായും തള്ളിക്കടഞ്ഞിരിക്കുകയാണ്. ഹൺഡ്രഡ്സ് ഓഫ് പാട്രിയറ്റ് ഇന്റർസെപ്റ്റർ മിസൈൽ ടു ഉക്രൈൻ. ഉക്രൈനിലെ ഇപ്പോൾ ട്രംപ് ഹാസ് റിജക്റ്റഡ് Zelensky's request to send hundreds of Patriot interceptor missiles to Ukraine. ഉക്രൈനിലേക്കുള്ള നൂറുകണക്കിന് പാട്രിയറ്റ് മിസൈലുകൾ സെലൻസ്കി ആവശ്യപ്പെട്ടിരുന്നെങ്കിലും അത് ഇപ്പോൾ ട്രംപ് തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. അതിന് കാരണം ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ട്രംപ് സെഡ് ദി മിസൈൽസ് ആർ നീഡഡ് ടു ഡിഫെൻഡ് US assets in മിഡിൽ ഈസ്റ്റ്. മിഡിൽ ഈസ്റ്റിലുള്ള US-ന്റെ അസറ്റുകൾ സംരക്ഷിക്കാൻ ഞങ്ങൾക്ക് പാട്രിയറ്റുകൾ ആവശ്യമാണ് എന്ന്. അതായത് ഉക്രൈനിലേക്ക് കയറ്റുമതി ചെയ്യാൻ, ഉക്രൈന് നിൽക്കാൻ ആയുധങ്ങളില്ല എന്ന് പറഞ്ഞാൽ ആയുധ കച്ചവടക്കാരായിരുന്ന അമേരിക്കയ്ക്ക് ഇപ്പോൾ പ്രതിരോധിക്കാൻ ആയുധമില്ല. സ്വന്തം അസറ്റിനെ പ്രതിരോധിക്കാൻ കയ്യിൽ ആയുധം ആവശ്യമായി വന്നിട്ടുണ്ട് എന്നതാണ് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. എന്തായിരുന്നാലും ഒരു കാര്യം ഉറപ്പാണ്, ഇറാനുമായുള്ള അമേരിക്കയുടെ ഈ യുദ്ധം ഒരു മാസവും കൂടെ നീണ്ടുപോവുകയാണെങ്കിൽ അമേരിക്കയുടെ കഥ കാണാമായിരുന്നു. അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സെൻസിറ്റീവായ പോയിന്റുകൾ പോലും സംരക്ഷിക്കാൻ അമേരിക്കക്ക് കഴിയാതെ വരും. അതാണ് 2 ദിവസം മുമ്പ് സെൻകോം അമേരിക്കൻ വാഷിംഗ്ടന് നൽകിയ റിപ്പോർട്ടിൽ ഇറാനുമായി യുദ്ധമുണ്ടായാൽ ഒരിക്കലും ഇസ്രയേലിനെ സംരക്ഷിക്കാൻ അമേരിക്കക്ക് കഴിയില്ല. കാരണം അമേരിക്കക്ക് പ്രതിരോധിക്കാനുള്ള മിസൈലുകളില്ല. അമേരിക്കയെ സംരക്ഷിക്കണോ അതോ ഇസ്രയേലിനെ സംരക്ഷിക്കേണ്ടതുണ്ടോ എന്ന കാര്യം പെന്റഗൺ ചിന്തിക്കേണ്ടതുണ്ട്, ആലോചിക്കേണ്ടതുണ്ട് എന്നാണ് അമേരിക്കയുടെ സൈനിക വൃത്തങ്ങൾ നൽകിയ റിപ്പോർട്ട്. അതായത് അമേരിക്കയുടെ കയ്യിൽ ആവശ്യമായി പ്രതിരോധിക്കാനുള്ള പ്രതിരോധ മിസൈലുകളില്ല. ഇത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല, വർഷങ്ങളെടുക്കും ഇതിന്റെ ക്വാണ്ടിറ്റികൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കാൻ. അതുകൊണ്ട് തന്നെ ഈ ഒരു യുദ്ധം ഇറാനുമായി തുടരുകയാണെങ്കിൽ അമേരിക്കക്ക് വലിയ രൂപത്തിലുള്ള പ്രതിസന്ധി നേരിടേണ്ടി വരും. ഇറാന്റെ മിസൈലുകളെ തടുക്കാൻ അമേരിക്കക്ക് സാധിക്കാതെ വരും. എവിടെയാണ് യഥാർത്ഥത്തിൽ ഇറാനുമായുള്ള യുദ്ധത്തിൽ അമേരിക്ക പരാജയപ്പെടുന്നു എന്ന് പറയുന്നതിന്റെ യഥാർത്ഥ അർത്ഥം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ആയുധങ്ങളില്ലാതെ അമേരിക്ക, ആയുധങ്ങളില്ല എന്ന് പറയുമ്പോൾ ആക്രമിക്കാൻ മിസൈലുകൾ ഇല്ല എന്നല്ല, പക്ഷെ ഇറാന്റെ ആക്രമണങ്ങളെ തടുക്കാനുള്ള പാട്രിയറ്റ് അല്ലെങ്കിൽ താഡ് സംവിധാനങ്ങളിൽ ഉപയോഗിക്കുന്ന മിസൈലുകൾ, താമർ പോലുള്ള മിസൈലുകൾ, അതിന്റെ ലഭ്യത ഇല്ലായ്മയാണ് ഇപ്പോൾ അമേരിക്കയെ ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത്.